നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കൂദാശാവചനത്തിൻ്റെ സമയത്ത് അമ്മ കന്യ മണി തൻ്റെ എന്നുള്ള ട്യൂണിൽ നമുക്ക് എങ്ങനെ വായിക്കാം, അതിൽ വരുന്ന കോഡുകൾ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻട്രോ പോർഷൻ നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രോ പോർഷൻ വരുന്നത് എങ്ങനെയാണ്? ഈ നമുക്ക് എത്ര നേരം വേണോ അത്ര നേരം സസ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഒന്നുകൂടെ കാണിക്കാം. ജി എ സി ഷാർപ്പ് ഇ ഡി. ഇതാണ് ഇതിൻ്റെ ഇൻട്രോ പോർഷൻ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഡി മേജർ കോഡ് ഹോൾഡ് ചെയ്യുന്നു ഫസ്റ്റ്, റൈറ്റ് ഹാൻഡിൽ ഓക്കെ. ഇനി അടുത്ത് വായിക്കുന്ന സമയത്ത് ഡി സസ്പെൻഡഡ് കോഡ് 4 യൂസ് ചെയ്യാം. വീണ്ടും ഡി മേജർ കോഡ് എടുക്കുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ നോട്ട്സ് സ്ക്രീനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് നോക്കി എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിനി കോഡുകളെക്കുറിച്ച് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു പാട്ടിൽ വരുന്ന കോഡുകൾ നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഡി മേജർ കോഡാണ്, അതായത് ഡി എഫ് ഷാർപ്പ് എ, അതാണ് ഡി മേജർ കോഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡി സസ്4 കോഡ് നമുക്ക് യൂസ് ചെയ്യാം, ഡി ജി എ. പിന്നെ അതേപോലെ തന്നെ ഡി സസ്പെൻഡഡ് കോഡ് 2, അതായത് ഡി സസ്2 നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഡി ഇ എ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ A7 കോഡ് നമുക്ക് യൂസ് ചെയ്യാം, സി ഷാർപ്പ് ഇ, അതേപോലെ സി ഷാർപ്പ് ഇ ജി എ. A7 കോഡ്. ഓക്കെ, വീണ്ടും ഡി സസ്പെൻഡഡ് കോഡ് വരുന്നുണ്ട്, അതായത് ഡി സസ്പെൻഡഡ് 4 കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡി മേജർ കോഡ്. അപ്പോൾ ഇത്രയും കോഡുകളാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെഷനിലേക്ക് കിടക്കുമ്പോൾ, സോങ് സെക്ഷനിലേക്ക് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പരിചയപ്പെടാം. അപ്പോൾ കോഡുകളെക്കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാട്ട് വരുന്ന ഭാഗത്ത് ഏതൊക്കെ കോഡുകളാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡി മേജർ കോഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എ മേജർ കോഡ്, അതുപോലെ തന്നെ A7 കോഡ് യൂസ് ചെയ്യാം, അതേപോലെ ഡി സസ്പെൻഡഡ് 4 കോഡ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ A7 കോഡ് യൂസ് ചെയ്യാം, എ മേജർ കോഡ്, A7 കോഡ്, പിന്നെ അതുപോലെ തന്നെ ഡി മേജർ, എ മേജർ. ഇത്രയും കോഡുകളാണ് നമ്മൾ പാട്ടിൻ്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ കാണാം, കർത്താവായ ദൈവമേ എന്നുള്ളിടത്ത് ഡി മേജറും, അങ്ങയുടെ എന്നുള്ളിടത്ത് എ മേജറും, പിന്നെ അതുപോലെ പ്രിയപുത്രൻ എന്നുള്ളിടത്ത് A7 കോഡും, പിന്നെ അതുപോലെ ഞങ്ങളെ എന്നുള്ളിടത്ത് പിന്നെ ഡി സസ്4 കോഡും, അതേപോലെ തന്നെ A7 കോഡും കാണാം. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ എന്ന് പറയുമ്പോൾ എ മേജർ കോഡ് നമുക്ക് യൂസ് ചെയ്യാം. പീഡാനുഭവത്തിൻ്റെ എന്ന് പറയുമ്പോൾ A7 കോഡ് യൂസ് ചെയ്യുന്നു. അതേപോലെ സ്മരണ, ഞങ്ങൾ, അത്രയും ടൈമിൽ ഡി മേജർ കോഡ്, പിന്നെ എ മേജർ കോഡ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇതേ സെയിം കോഡ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പാടിപ്പോകാനായിട്ട് പറ്റും. ഞാനൊരു ഷോർട്ട് വാക്കം നിങ്ങളെ പാടി കേൾപ്പിച്ചു തരാം.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. അപ്പോൾ ഇതേ പാറ്റേണിൽ നമുക്ക് പാടിപ്പോവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ നോട്ടുകൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ സെയിം കോഡിൽ തന്നെ നമുക്ക് എൻഡ് വരെ നമുക്ക് പാടിപ്പോവാനായിട്ട് പറ്റും. നമ്മളിനി ഇതിൽ നോക്കാനായിട്ട് പോകുന്നത് 3 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ അതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ BGM നോക്കാം. ഇനി മൂന്നാമതൊരു BGM എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് 3 BGM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ വായിച്ചിരിക്കുന്ന BGMസിൻ്റെ നോട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി നോട്ടിലേക്ക് എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ അമ്മകന്യ മണിതൻ്റെ ആ ഒരു ട്യൂൺ നമ്മൾ കൂതാശ്വാസത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക. അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.